എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചോറിനും ചപ്പാത്തിക്കെല്ലാം കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കോവയ്ക്ക വെച്ചിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ കോവയ്ക്ക കറി വെച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് കോവയ്ക്ക കറി ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ കുറച്ച് കോവയ്ക്ക എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വാങ്ങിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞു. അപ്പോൾ അതൊന്ന് ചെറുതായി വാടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായി ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം കോവയ്ക്ക നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഒരു തക്കാളിയാണ്. അപ്പോൾ നന്നായി പഴുത്ത ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഗ്രേവി ഉണ്ടാക്കാനാണ് തക്കാളി ഇങ്ങനെ അടിച്ചെടുക്കുന്നത്. അപ്പോൾ തക്കാളിയെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 4-5 കാഷ്യൂനട്ടാണ്. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ഒരു ചെറിയൊരു പീസ് ശർക്കരയാണ്. അപ്പോൾ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നന്നായിട്ട് നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്ന് അടിച്ചെടുത്ത് നന്നായിട്ട് ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. പാനിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായതിനു ശേഷം ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 2 ഏലക്കയും 2 ചെറിയൊരു പീസ് പട്ടയും ഒരു 4 ഗ്രാമ്പും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് ഓയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് വേണ്ടത് വെളുത്തുള്ളി ഇഞ്ചിയാണ്. അപ്പോൾ ഞാൻ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു 7-8 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് സവാള നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. സവാള ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 3/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാം. 1 മിനിറ്റ് ഒന്ന് ഇളക്കിയെടുക്കാം. പൊടികളൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന തക്കാളിയുടെ പേസ്റ്റ് ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കഴുകിയ വെള്ളം കൂടെ നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. വെള്ളം കുറച്ച് കൂടുതൽ ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് കുറുകി വരും. നമ്മൾ കാഷ്യൂനട്ട് ഇട്ടുകൊണ്ട് തന്നെ കുറുകി വരും. അപ്പോൾ വെള്ളം കുറച്ച് കൂടുതൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് അതിലെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്ക് അടച്ച് വെച്ചിട്ട് കറിയൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ കറിയെല്ലാം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന കോവയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. ഉള്ളിവട എല്ലാം ഉണങ്ങിയതാണിത്. നമുക്ക് ഷോപ്പിലെല്ലാം വാങ്ങിക്കാൻ കിട്ടും. കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ വേണ്ട, ഓപ്ഷനിലാണ്. ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ടേസ്റ്റും ഒരു മണം ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് പൊടിച്ചിട്ട് ഒരു പിഞ്ച് ഒന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് കോവയ്ക്ക നമുക്ക് വേവിച്ചെടുക്കാം. കറിയൊന്ന് കുറുകി വന്നിട്ടുണ്ട്. പിന്നെ ചൂടാറുമ്പോൾ ഒന്നുകൂടെ കുറുകി വരും. കോവയ്ക്ക വെന്തിട്ടുണ്ടോ നോക്കാം. ഇപ്പോൾ കോവയ്ക്കെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ കുറുകണമെങ്കിൽ ഒന്നുകൂടെ നമുക്ക് കുറുക്കിയെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ചൂടാറുമ്പോൾ ഒന്നുകൂടെ കുറുകി നല്ല തിക്കാവും. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അടച്ച് വയ്ക്കാം. നമ്മൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കോവയ്ക്ക കറി. അപ്പോൾ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചപ്പാത്തിക്ക് നല്ലൊരു കോമ്പിനേഷൻ കറിയാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.